പാനൂരിലെ സംഭവം അതൊരു ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അത്? ഒരു കുറവും വരും. പാനൂര് സംഭവം പോലുള്ള പലതും ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് ആവർത്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വിചാരിച്ചിട്ടല്ല. CPM-ഉമായിട്ടൊരു ബന്ധവുമില്ല. ആ കുട്ടിയുടെ അച്ഛൻ തന്നെ മരിച്ചുപോയ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങളാരും പാർട്ടി നോക്കി ഞാനും നിയന്ത്രിക്കാൻ നോക്കി, അവൻ നിയന്ത്രണത്തിന് വിധേയനല്ല. പാർട്ടി പ്രവർത്തകരെ തന്നെ ആക്രമിച്ച ഒരു കേസിൽ പാർട്ടി കുടുംബമായിരുന്നു നേരത്തെ, പക്ഷേ പാർട്ടി പ്രവർത്തകരോട് തന്നെ മോശമായി പെരുമാറിയതിന് ഇവരെല്ലാം അകറ്റി നിർത്തിയതാണ് പാർട്ടി. CPM അങ്ങനെയുള്ള ആരെയും അടുപ്പിക്കില്ല. അത്തരത്തിലുള്ള നന്നാക്കാൻ നോക്കും, അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കും. പക്ഷേ കറക്റ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് കൂടെ നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒഴിവാക്കിയ കേസ് പിന്നെയും CPM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ പറയുന്നത്? പക്ഷെ അതിലിപ്പോ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്. ആ മെമ്പർഷിപ്പ് മാത്രം നേതൃസ്ഥാനത്തുള്ളവർ കൂടിയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ യൂണിറ്റ് ഭാരവാഹിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴില്ല, ഇപ്പോഴവരാരും ഇല്ല. കാരണം ഒരാളുകൾ സംഘടനയിലേക്ക് വരുമ്പം അവരെ സംഘടനാ പ്രവർത്തകരാക്കി മാറ്റാൻ തന്നെയാണല്ലോ നോക്കുക. പക്ഷെ സംഘടനയുടെ ചിട്ടക്ക് നിൽക്കുന്നില്ല, നല്ല പെരുമാറ്റമല്ല എന്ന് കാണുമ്പോൾ ഒഴിവാക്കുകയാണ്. അതിലേ നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പണ്ട് നീ ഡിവൈഎഫ്ഐയിലും ആട്ടുംകുട്ടിയും ചെന്നായി പറഞ്ഞ പോലെ നീയല്ലേ നിന്റെ അച്ഛനാ വെള്ളം കലക്കിയെന്നും പറഞ്ഞിട്ട് ആട്ടുംകുട്ടിയെ കൊല്ലാൻ പുറപ്പെട്ട കഥ പോലെയല്ലേ. അപ്പോൾ അത് വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ആ വിഷയം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളതൊന്നുമല്ല. ജനങ്ങൾ എന്തിനാ എന്നെ പാർലമെന്റിൽ അയക്കാൻ ഉദ്ദേശിക്കുക? ഞാൻ അവിടെ ചെന്ന് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കൃഷിക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ അതവിടെ ഉന്നയിക്കാൻ, ഇടപെടാൻ, കേന്ദ്ര പാക്കേജിന് വേണ്ടി ശ്രമിക്കാൻ, ഈ നാട്ടിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ, അതിനല്ലേ എന്നെ അയക്കുക. അങ്ങനെ എന്നെ അയക്കുന്നതിന് എവിടെയെങ്കിലും ചില ചെറുപ്പക്കാർ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തടസ്സാവുമോ? പക്ഷേ ടീച്ചർ, UDF ഇത് വടകരയിൽ വലിയ പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ടീച്ചർക്കും പാർട്ടിക്കും അതിന് മറുപടി പറയേണ്ടി വരില്ല. മറുപടി പറഞ്ഞു, പാർട്ടി പറഞ്ഞു. ഇനി എന്ത് മറുപടി പറയേണ്ടത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അതിന് കേട്ടില്ലേ? കുട്ടിയുടെ കുടുംബം പറഞ്ഞു, ചെറുപ്പക്കാരൻ്റെ കുടുംബം പറഞ്ഞു ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. പാർട്ടി മറുപടി പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ മറുപടി തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതില്ല. UDF-ന് വേറെ ഒരു വിഷയവുമില്ല. ഈ നാട്ടിൻ്റെ മതേതരത്വം തകരുന്ന നിയമം കൊണ്ടുവരുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ടോ? അവർക്ക് അഭിപ്രായമില്ലല്ലോ. ജനം കാണുകയല്ലേ. ജനങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠ എന്താ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ളവർ കാണിച്ചിട്ടുള്ള പ്രശ്നമല്ല, അത് കേസെടുക്കട്ടെ. സമഗ്ര അന്വേഷണം വേണമെന്നുള്ള UDF ആവശ്യപ്പെടുന്നു. അവരാവശ്യപ്പെടാതെ തന്നെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർന്നല്ലോ ആ വിഷയം. അത് മാത്രം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് എടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ടീച്ചർ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും. ഒപ്പം തന്നെ ഈ പാർട്ടി നേതാക്കന്മാര് അവിടെ പോവുക, മരിച്ച ആളുടെ വീട്ടിൽ ഇതാണ് മീഡിയ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു മരണം സംഭവിച്ചാൽ അത് ഏത് തരത്തിലുള്ള മരണമായാലും ചുറ്റുവട്ടത്തിൽ എല്ലാവരും ശവസംസ്കാരത്തിന് പോവില്ലേ? ഞങ്ങളാരെയും പറഞ്ഞയച്ചിട്ടില്ല. അത് വളരെ വ്യക്തമായ ഭാഷയിൽ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ആരെയും പറഞ്ഞയച്ചിട്ടുമില്ല കേട്ടോ. ആ വിഷയം തീർന്നു. ഇനി ഇത് തന്നെ ദിവസങ്ങളോളം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. നാളെ വേറെ എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചോളൂ. ജനങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി പാർലമെന്റ് പോയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് ആരാണെന്നാണ്. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വടകരയിലെ പ്രിയപ്പെട്ട നാട്ടുകാർ, ജനങ്ങൾ, വോട്ടർമാർ എന്നെ തെരഞ്ഞെടുക്കും. കാരണം തെരഞ്ഞെടുത്താൽ അവരെ നിരാശപ്പെടുത്താതെ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതല്ലേ പറയേണ്ടത്. വേറൊരു വിഷയമില്ലാഞ്ഞിട്ട് ഈ വിഷയം എന്നാ പിന്നെ ഇവിടുത്തെ മതേതരത്വം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ ചർച്ച നടത്തുന്നുണ്ടോ? കേരളത്തിന് കിട്ടേണ്ടുന്ന ടാക്സ് ഷെയർ കിട്ടാഞ്ഞിട്ട് അവർക്കൊരു വിഷമവും ഇല്ലല്ലോ ഉള്ളിൽ. ഇവിടെ പെൻഷൻ മുടങ്ങുമ്പോൾ ആഹ്ലാദിക്കുക, മുടങ്ങി എന്നും പറഞ്ഞിട്ട്. എന്താ മുടങ്ങിയത്? ഫെഡറൽ ഭരണഘടന അനുസരിച്ച് കേന്ദ്രം അങ്ങോട്ട് നികുതി പിരിക്കുന്നു. അതിന്റെ ഷെയർ സംസ്ഥാനങ്ങൾക്ക് തരണ്ടേ? ശരിക്കും പറഞ്ഞാൽ 70% തരണം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മാറ്റണം, അതിന്റെ ബന്ധങ്ങൾ മാറ്റി എഴുതണം. അതുകൊണ്ട് അത് ഇനി പോട്ടെ, 50%, 30% അതും കൂടി പിടിച്ചു വെച്ചപ്പോഴല്ലേ സമരം ചെയ്യാൻ പോയി. സമരം ചെയ്യാൻ പോകുമ്പോൾ UDF-ന്റെ ആളുകളെ വിളിച്ചല്ലോ, നിങ്ങളും വാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം സമരം വെക്കാം. പിണറായി വിളിച്ചല്ലോ. എന്നിട്ടോ ഞങ്ങൾ സമരത്തിനൊന്നും വരില്ല. 57,000 കോടിയോളം കിട്ടാനുണ്ടെന്ന് പറയുമ്പം യുവ MLA-മാരടക്കം, ഞാൻ പേരൊന്നും പറയുന്നില്ല, കേട്ടില്ലേ, ഇലക്ഷനാണ്, എണീറ്റ് നിന്നിട്ട് പറയാണ് അത്രയൊന്നും കിട്ടാനില്ല ഇവിടുന്ന് സെന്ററിൽ നിന്ന്. കേട്ടോ, കേരളത്തിന് കിട്ടാനുള്ള പൈസക്ക് ചോദിക്കുമ്പം അത്രയൊന്നും കിട്ടാനില്ല. ആരെ സഹായിക്കാനാണ്? ഞങ്ങൾ പോയി സമരം ചെയ്യാൻ മാത്രമല്ല, കോടതി പറഞ്ഞു കേരളത്തിന് കൊടുക്കാനുണ്ടെന്ന്. കോടതി പറഞ്ഞപ്പോഴല്ലേ 10-13,000 കോടി കിട്ടിയത്. അപ്പോഴല്ലേ പെൻഷൻ വിതരണം നമ്മൾ തുടങ്ങിയത്. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പ്രശ്നം മുക്കി പിടിച്ചിട്ട് ഒരുപാട് സമരം അക്രമ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നടത്തിയത് കൊണ്ട് ജനം അത് വിശ്വസിക്കുമോ? ഇതിലെന്താ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുള്ളത്? ആരെ ആക്രമിക്കാൻ? ഏതോ ചില ചെറുപ്പക്കാര് തെറ്റായത് ചെയ്തു, പൊട്ടിത്തെറിച്ചു, അവർ ചെയ്തതിന്റെ ഫലം കിട്ടി. കേട്ടില്ലേ? അത് ഏതക്രമ രാഷ്ട്രീയം? അതുകൊണ്ട് ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ഇപ്പൊ കഴിയില്ല.